എത്രയെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും CPMന്റെ വിദ്യാർത്ഥി സംഘടനയായ SFIയിലേക്ക് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദിയാരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം എത്തി നിൽക്കുന്നത്. SFI അനുകൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ അടക്കം നിറയുന്നുവെന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. കഴിഞ്ഞ ദിവസമായിരുന്നു യാതൊരു കുറ്റബോധവുമില്ലാതെ സിദ്ധാർത്ഥിനെ SFI നേതാവായി ചിത്രീകരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ വീടിന് മുൻപിൽ തന്നെ SFI സംഘടന ഫ്ലക്സ് സ്ഥാപിച്ചതും വിവാദമായത്. ഇപ്പോഴിതാ കൂട്ടുകാരുടെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരെന്ന സത്യം പുറത്തുവിട്ടിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ സുഹൃത്ത്. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മരണത്തിന് പിന്നിലെ കാരണം അറിയാമെന്നും അത് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് സുഹൃത്തിന്റെ വാട്സാപ്പ് സന്ദേശം പുറത്തു വന്നു. സിദ്ധാർത്ഥിന്റെ കൂടെ പഠിച്ച കുട്ടി സഹപാഠിക്ക് അയച്ച വാട്സാപ്പ് സന്ദേശമാണ് ദുരൂഹമാകുന്നത്. അതേസമയം സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെയും പ്രതി ചേർക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ആത്മഹത്യാവാദത്തിന് തിയറി ഉണ്ടാക്കാനായിരുന്നു ഈ പരാതി. ഇതിന് പിന്നിൽ കോളേജിലെ ചില അധ്യാപകരുടെ ബുദ്ധിയുമുണ്ട്. കാരണമില്ലാത്ത ആത്മഹത്യ പ്രശ്നമാകും. അതിനുവേണ്ടിയാണ് പെൺകുട്ടിയിൽ നിന്നും പരാതി എഴുതി വാങ്ങിയത്. മരിച്ച ആളിന്റെ പേരിൽ പരാതി കൊടുക്കുന്നത് ലോകത്താദ്യമായിട്ടാണ് കേൾക്കുന്നത്. കൊന്നുകഴിഞ്ഞ് കൊന്നവർ തന്നെയാണ് പരാതി നൽകുന്നതെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. ഇതിനെതിരെയാണ് കുടുംബം രംഗത്ത് വന്നത്. സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയ പരാതി വാസ്തവമാണോ എന്നറിയാൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പെൺകുട്ടിയുടെ പേര് കോളേജ് അധികൃതർക്ക് അറിയാം. എന്നാൽ ഇത് വെളിപ്പെടുത്താൻ കോളേജ് മാനേജ്മെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ കണ്ടെത്തണമെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നു. പീഡന പരാതിയാണ് ഈ പെൺകുട്ടി നൽകിയത്. ഇത് തികച്ചും വ്യാജമായിരുന്നു. ആൾക്കൂട്ട വിചാരണയ്ക്ക് ന്യായം കണ്ടെത്താനായിരുന്നു ഈ കള്ളപ്പരാതി. പരാതി നൽകിയത് SFI ബന്ധമുള്ള പെൺകുട്ടിയാണ്. ഇതിന് പിന്നിൽ കോളേജിലെ SFI നേതാക്കളും പ്രവർത്തിച്ചു. വ്യാജമായ ഈ പരാതിക്ക് പിന്നിൽ അധ്യാപക സംഘടനാ നേതൃത്വത്തിലെ ചിലരുടെ പങ്കുമുണ്ടായിരുന്നു. ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനുശേഷം 20-നും 26-നും ഇന്റേണൽ കമ്മിറ്റി ചേർന്നിരുന്നു. പെൺകുട്ടിയെ നിർബന്ധിച്ച് പരാതി നൽകിയതാണെന്ന് ആരോപണമുയരുന്നുണ്ട്. മോശമായി പെരുമാറിയെന്നാണ് പരാതിയിലുള്ളത്. യുവാവിന്റെ മരണത്തിന് കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആരോപണമുയരുന്നുണ്ട്. ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവുമെല്ലാം നടന്നിട്ടും ഇതേക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം നടന്നിട്ടില്ല. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതോടെയാണ് അധികൃതർ ഇടപെട്ടത്. ഹോസ്റ്റൽ വാർഡന്റെ ചുമതലയുള്ള ഡീൻ MK നാരായണനെ വെറ്റിനറി സർവകലാശാല VC സംരക്ഷിക്കുന്നതായും ആരോപണമുയർന്നുണ്ട്. ഫെബ്രുവരി 14-ന് നടന്നുവെന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ പരാതി നൽകുന്നത് 18-നാണ്. അത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ നൽകാമായിരുന്നുവെന്നും വേണ്ട നടപടികൾ അന്ന് തന്നെ സ്വീകരിക്കാമായിരുന്നുവെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നു. SFIക്കെതിരെയും ഗുരുതര ആരോപണമാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം ഉന്നയിക്കുന്നത്.